ആലപ്പുഴ കലവൂരിൽ കൊല്ലപ്പെട്ട സുഭദ്രയെ അറിയാമെന്ന് മാത്യുവിന്റെ കുടുംബം മീഡിയ വണ്ണോട്. കല്യാണത്തിന് ശർമ്മളയ്ക്കൊപ്പം സുഭദ്ര ഉണ്ടായിരുന്നു. ആന്റിയെ എന്നാണ് പരിചയപ്പെടുത്തിയത്. ശർമ്മളയും സുഭദ്രയും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ട്. കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിൽ തർക്കമുണ്ടായെന്നും ഇത് ഇരുവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. സുഭദ്ര എന്ന വയോധികയെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ പോലീസ് തേടുന്ന പ്രതികളുടെ അതിൽ പ്രധാനപ്പെട്ട പ്രതിയായ മാത്യൂസിന്റെ പിതാവ് ക്ലീറ്റസ് എന്നോടൊപ്പം ചേരുന്നു. ഈ മാത്യുവിന് ഇത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ സുഭദ്രയുമായി ഏത് തരത്തിലുള്ള അടുപ്പമായിരുന്നു ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു? ഇല്ല, സുഭദ്രയുമായിട്ട് അടുപ്പം ഉണ്ടായെന്ന് പറയുന്നത് ഈ പെണ്ണിനെ വിവാഹം ചെയ്തു, ഷർമിളയെ വിവാഹം ചെയ്തതിന്റെ ശേഷമാണ്, ഷർമിളയുടെ വിവാഹം ചെയ്യാൻ ആലോചിച്ചതിന് ശേഷമാണ് ഈ സുഭദ്രാമ്മയായിട്ട് അടുപ്പം ഉണ്ടായിരുന്നത്. അല്ലാണ്ട് എൻ്റെ മകന് ഇതിനകത്തൊന്നും ഇല്ലാഞ്ഞ്, എൻ്റെ മകന് ഒരു താല്പര്യമില്ലാഞ്ഞ് കല്യാണത്തിന്. ഞങ്ങൾ നല്ലൊരു പെണ്ണാണെന്ന് വിചാരിച്ചുകൊണ്ട്, ഞങ്ങളൊരു അനാഥ പെണ്ണാണ്. ഇപ്പോൾ ഭർത്താവ് അപ്പനും അമ്മയും മരിച്ചു പോയതാണ്. അപ്പോൾ നല്ലൊരു കൊച്ചാണെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നത്. അത് തന്നെയല്ല, ആ കൊച്ചിൻ്റെ സ്വഭാവ രീതികളും നല്ല രീതിയിലൊക്കെ കണ്ടതുകൊണ്ടാണ്. ഈ സുഭദ്ര ഇവിടെ വരുന്നത് നിങ്ങൾക്ക് അറിയാമോ? സുഭദ്ര വന്നത് കല്യാണത്തിന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഇവളെ ആലോചിച്ച് ഞങ്ങൾ സെറ്റിലായപ്പോൾ ഇവള് നല്ലൊരു പെണ്ണാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞ എൻ്റെ മോള് അപ്പോൾ വീടൊന്നുമില്ല ഇവൾക്ക് എറണാകുളത്തും ഇല്ല, ഒരു സ്ഥലത്തും വീടൊന്നുമില്ല. ഇവള് പറഞ്ഞ് എനിക്ക് വീടൊന്നുമില്ല, ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഇരിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ ഒരു ദിവസം പറഞ്ഞ് എനിക്ക് ആരാണ്ട് ഇവള് ഏതാണ്ട് ഭീഷണിപ്പെടുത്തിയ പിടിക്കാണ്ടൊക്കെ ചെയ്യുന്നത് ഭയമാണ് താമസിക്കാനെന്ന് പറഞ്ഞു. ഒറ്റക്കല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മകള് അങ്ങനെ ഉണ്ടായി, ഇപ്പോൾ കല്യാണമൊക്കെ ആലോചിച്ച് നിൽക്കുകയല്ലേ, നിന്നെ എൻ്റെ മകൻ കെട്ടാൻ തീരുമാനിച്ചിരിക്കണം, അതുകൊണ്ട് നീ ഒരു പണി ചെയ്യും. അപ്പോൾ കല്യാണത്തിന് 2 ദിവസത്തേക്ക് മുമ്പ് ഞാൻ പറഞ്ഞൊരു പണി, നീ ഇവിടെ ഇങ്ങോട്ട് വാ, എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും എൻ്റെ ചേട്ടൻ്റെ എവിടെയെങ്കിലും നമുക്ക് അഭയം പാലിച്ചിട്ട് കല്യാണം കഴിയുന്നവരെ ഇവിടെ നിൽക്കാമെന്ന് പറയും. കല്യാണം കഴിഞ്ഞ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴെന്ന് പറയുമ്പോൾ ഇവള് അപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര മദ്യപാനിയാണ്, ഇവള് ഫ്രോഡാണെന്നുള്ളത്. കാര്യം ഭയങ്കരമായിട്ട് മദ്യപിക്കുക. ഇവിടെ ആയിരുന്നു താമസിച്ചത്? ഇവിടെയാണ് താമസിച്ചിട്ടുള്ളത്. 3 മാസം വരെ ഇവിടെയാണ് താമസിച്ചിട്ടുള്ളത്. ഈ 3 മാസത്തിനുള്ളിൽ ഇവളെ ഞങ്ങളെ കൊല്ലാൻ വരെ തീരുമാനിച്ചു. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം സുഭദ്രാമേണി കല്യാണം ഞങ്ങൾക്ക് ഇവിടെ ഇവരാണ് നിർബന്ധിച്ചത് ഈ കല്യാണം നടത്തണമെന്നുള്ളത്. സുഭദ്ര. പക്ഷെ അവരുടെ കൂടിയാണ് ഈ പെണ്ണ് നിന്ന് വളർന്നത്. ഇവളുടെ ഉടുപ്പൊക്കെ വലിച്ചു കീറിക്കൊണ്ട് മണ്ണഞ്ചേരി ചെന്ന് ഉപദ്രവിക്കാനൊക്കെ ചെന്നുള്ള പരാതി ചെന്നു. അവൾക്ക് കേസ് കൊടുത്തു. വാടകയ്ക്ക് താമസിക്കാൻ പോയതിനു ശേഷം മോനും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടോ? ഇല്ല, ബന്ധം അങ്ങനെ വന്നില്ല. പിന്നെ ഈ കൈ ഇങ്ങനെ വെട്ടുകൊണ്ടായിരുന്നു. വെട്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, വെട്ടിയെന്നാ. പക്ഷെ വലത് കൈയാണ്. അപ്പൊ ഷർമിള ഈ മാത്യുവിനെ വെട്ടി. ഈ മദ്യം വെച്ചുന്ന രണ്ടും കൂടെ വഴക്കാണ്, ഭയങ്കര വഴക്കാണ്. ഇവക്കെന്ന് പറഞ്ഞാൽ മദ്യം ചെല്ലുമ്പോ ഭയങ്കര ആണുങ്ങളൊരു ഭയങ്കര ഒരു മുഖത്തിട്ട് നോക്കാൻ ഒരു ഭയം, അല്ലാത്തൊരു ലക്ഷണമായിരിക്കും. സുഭദ്ര ഇവർ കൊന്നു എന്നൊക്കെ പോലീസ് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്കിപ്പോ ഈ ഇങ്ങനെ ചാനലിൽ വന്നപ്പോഴാണ്, ടിവിയുടെ അകത്തൊക്കെ ഈ സംഭവം വന്നപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോണത്. ഇങ്ങനെ കൊന്നതാണെന്നും അതുവരെ ഞങ്ങൾക്ക് ഇത് എന്താണ് കാര്യം എന്ന് പോലും അറിഞ്ഞുകൂടാ. അതാണ് നിരന്തരമായി വീട്ടിൽ ബഹളം വെക്കുന്ന ശീലമുണ്ടായിരുന്ന ഇവർ ഇപ്പോൾ ഈ ചാനലുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇവർ പ്രതികളാണെങ്കിൽ അവർ നിയമത്തിന് മുന്നിൽ വരണമെന്നും അർഹിക്കുന്ന ശിക്ഷ അവർക്ക് ലഭിക്കണമെന്നുമാണ് ഈ കുടുംബം പറയുന്നത്. ഫൈസൽ നീർക്കുന്നതിനൊപ്പം യു ഷൈജു, മീഡിയ 1, ആലപ്പുഴ.